നമസ്കാരം. ഞാൻ രാജേഷ് ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കള്ളക്കി ഒഴിച്ച് പുളിപ്പിച്ച് നല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. വട്ടയപ്പം ഒരു നാടൻ പലഹാരമാണ്. ഇതിന് പൊളിക്കുന്നതിനായിട്ട് ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല, പകരം കള്ള് ചേർത്താണ് ഇത് പൊളിപ്പിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതേ അളവിൽ 1 കപ്പാണ് ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്നത്. ഇനി 1 കപ്പും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കപ്പ് 250 ml ആണ് അളവ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ഇടത്തരം തേങ്ങ മുഴുവൻ ചിരണ്ടി എടുത്തതാണ് ഇത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പം ചോറും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് 2 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ ചോറും കൂടെ കപ്പി കാച്ചുന്നതിൻ്റെ കൂടാതെ ഞാൻ ചോറും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പഞ്ചസാര. നിങ്ങൾ കറി കൂട്ടിയാണ് വട്ടയപ്പം കഴിക്കുന്നതെങ്കിൽ പഞ്ചസാര അല്പം ചേർത്താൽ മതി. അല്ല 4 മണിക്കൊക്കെയുള്ള സ്നാക്കായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നല്ലൊരു മയവും ഒരു രുചിയും ഒക്കെ കിട്ടും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. അത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മതിയാകും. ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ ഈ മിക്സ് അരച്ചെടുക്കാം. നമ്മൾ പൊടി അളന്നെടുത്ത ഈ കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരയ്ക്കാം. ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചാറുകറിയൊക്കെ അരയ്ക്കുന്നത് പോലെ ഇത് അരച്ച് തീരെ ഫൈനാക്കി കളയേണ്ട കാര്യമില്ല. കുറച്ച് തരിതരിയായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, അതുപോലെ ആ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുത്താൽ മതി. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പൊടി ഞാനിപ്പം വേറൊരു പാത്രത്തിലോട്ട് കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അരച്ചു വെച്ച മിക്സ് ഇതിലോട്ട് ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് കള്ളാണ്. ഞാൻ പറഞ്ഞല്ലോ, പുളിപ്പിക്കാനായിട്ട് ഇന്ന് ഞാൻ ഈസ്റ്റൊന്നും അല്ല ചേർക്കുന്നത്. പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, നമ്മുടെ കള്ള് ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പനയിൽ നിന്നുള്ള കള്ള് മേടിച്ചതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കള്ള്. ഇത്രത്തോളം കള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം പുളിയൊക്കെയുള്ള കള്ളാണ്. അപ്പോൾ ഇത് എന്തോരം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടി അളന്നെടുത്ത ആ കപ്പിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കപ്പുണ്ട്. ഇത് ഞാൻ ഇതിലോട്ട് ചേർക്കുവാണ്. ഇനി നമുക്ക് വീണ്ടും ഇത് കുഴച്ച് കൊടുക്കാം. കള്ളും ചേർത്ത് കുഴച്ചപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അളവിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ വേറെ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനായിട്ട് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാവാണ് എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കപ്പി കാച്ചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിത് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്പൂണ് ഇത് കുറുകാതെ ഇതിൽ നിന്നും മാറ്റാൻ പാടില്ല. അതായത് ഇളക്കി നിർത്താനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് കട്ടയായിട്ട് ഇത് കുറുകി വരേണ്ട ആവശ്യവുമില്ല. പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറുക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറുക്കിയെടുക്കാം.
അപ്പോൾ അരിപ്പൊടി തന്നെ കുറുക്കിയെടുക്കണം എന്നൊന്നുമില്ല, അരച്ച് എല്ലാം കൂടെ ചേർത്ത് മിക്സ് കുറുക്കിയാലും ഒരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് തണുത്ത ഈ കുറുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കപ്പി കാച്ചിയത്. ഈ ഒരു പാകത്തിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രയും വെള്ളം തന്നെ ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുളിക്കാനായിട്ട് വെക്കണം. കള്ള് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഇതെന്തായാലും പുളിച്ചു വരും. ചെറുതായിട്ടൊന്ന് പൊങ്ങിയാൽ മതി. ഇനി ചൂട് കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് പുളിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കള്ളിന് പകരം ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 4-5 മണിക്കൂർ 5 മണിക്കൂർ എന്തായാലും എടുക്കും പുളിച്ചു വരാനായിട്ട്. അപ്പോൾ നമുക്ക് പുളിക്കുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് മൂടി വയ്ക്കുവാണ്. അപ്പോൾ വട്ടയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ പുളിക്കാനായിട്ട് വെച്ചിരുന്ന ബാറ്റർ പുളിച്ചോന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇത് അല്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. കാരണം ഇതിൽ പഞ്ചസാരയുടെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ മാവ് തയ്യാറായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വട്ടയപ്പം പുഴുങ്ങിയെടുക്കാം. ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇതിലോട്ട് ഒരു ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം എണ്ണ തടവിയ ഒരു പാത്രം ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാനിന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. വെള്ളം ഏകദേശം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇഡ്ഡലിത്തട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി എണ്ണ തടവിയ ഈ പാത്രം ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മാവ് ഒഴിക്കാനായിട്ട് നോക്കരുത്. ഒരു 1/4 ഭാഗം നിറച്ചാൽ മതി. കാരണം കുറച്ച് പൊങ്ങി വരുമല്ലോ വെന്ത് കഴിയുമ്പോൾ. ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ സൈഡുകളിലും എണ്ണ നന്നായിട്ട് തടവി കൊടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. കാരണം അല്ലെങ്കിൽ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഈ വട്ടയപ്പം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അത് ഒഴിവാക്കാനായിട്ട് സൈഡുകളിലും നന്നായിട്ട് എണ്ണ തരുമ്പി കൊടുക്കണം. ഇനി ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തോന്ന് നോക്കാം. വെന്തോന്ന് നോക്കുന്നതിനായിട്ട് നമുക്ക് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അതുപോലെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെന്തതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്കിത് കടായിൽ നിന്ന് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ ഇന്നുണ്ടാക്കിയെടുത്ത വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് വിടിയിപ്പിച്ചെടുക്കണം. അതിന് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് സൈഡിങ്ങനെ വിടിയിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇതുപോലെ അടിപൊളിയായിട്ട് വട്ടയപ്പം ഉണ്ടാക്കി കിട്ടണമെന്നാണ്. ഇനി ഞാനൊരു പീസ് കട്ട് ചെയ്യാം. ഞാനൊരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് എത്രത്തോളം സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ടോ? അപ്പം നിങ്ങളും ഇതുപോലെ കള്ളൊക്കെ ഒഴിച്ച് പുളിപ്പിച്ച് നല്ല അടിപൊളി വട്ടയപ്പം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.